എല്ലാവർക്കും നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാട്ടോ ഈ കാണിക്കുന്നത്. ഞായറാഴ്ച ഒരു രാവിലെ ചായ കുടിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. ഉച്ചക്കത്തെ ചോറും കറികളുടെ വിശേഷങ്ങളും നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിന് അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയർ എല്ലാം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വേദിട്ടാട്ടെ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ചായ കുടിച്ചു. ചായക്ക് ഇന്നലത്തെ മീൻകറി ഉണ്ടായിന്, പിന്നെ ദോശ ഉണ്ടായിന്, പച്ചരി ദോശ. അതും കൂടി ചായ എല്ലാം കുടിച്ച് കുറച്ച് തുണി നനക്കാനുണ്ടായിട്ടോ, കുറച്ച് അധികം ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം വേഗം നനച്ചിട്ടിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മളെ അടുക്കളയിൽ കയറിയിട്ട് ബാക്കി ചോറും കറിയുടെ പരിപാടിയെല്ലാം തുടങ്ങാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ശനിയാഴ്ചയും അതേപോലെ തന്നെയാണ്. ഉച്ചയ്ക്ക് നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിട്ടുണ്ട്. നല്ല ഇടിയെല്ലാം ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ ഇടിയും മഴയെല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഒരു പ്രത്യേകതയിലായി തോന്നിയിട്ടുണ്ട്. കുറച്ച് തണുപ്പും കാര്യങ്ങളിലായിട്ട് കുറച്ച് നല്ല സമാധാനമുണ്ട് പുറത്തോട്ടെല്ലാം നോക്കുന്ന സമയത്തെല്ലാം. അപ്പോൾ ഇതാ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മളെ അടുപ്പിൽ തീയെല്ലാം കത്തിച്ച് വിറക് കൊണ്ടച്ചതുണ്ടായി. ഞാൻ രാവിലെ 2-3-4 കൊണ്ടച്ചിട്ടുണ്ടായി. പിന്നെ ചേരിയും ഉണ്ട്, അതും ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ വെച്ച് കത്തുമല്ലോ വിചാരിച്ചിട്ട് നേരെ ചോറിൻ്റെ വെള്ളം വെച്ചു അടുപ്പത്ത്. അതവിടെ മെല്ലെ തീ കത്തട്ടിട്ട്. അപ്പോൾ എൻ്റെ മുന്നേ ഒരു കലം ഉണ്ടായിട്ടോ. ആ കാലം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയതാണ്. പൊട്ടിയിട്ട് കാലും മറ്റും കുറച്ചെല്ലാം പൊള്ളിയിട്ടെല്ലാം ഉണ്ടായിന്. അതിനുശേഷം ഈ കലം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാനവിടെ മൂലക്ക് വെച്ചിട്ടുണ്ടായ കലത്തിനെ 2 ദിവസം മുന്നേ എടുത്തിട്ട് കുറച്ച് ചാണും വെണ്ണീറും എല്ലാം തേച്ചിട്ട് കുറച്ച് കഞ്ഞീര വെള്ളം സാധാരണ വെള്ളമെല്ലാം കൂട്ടിയിട്ട് കുറേ സമയം അടുപ്പത്ത് വെച്ച് നല്ലോണം സമയം തിളപ്പിച്ചിട്ടുണ്ടായി. കാലം കനിക്കുന്നതെല്ലാം പറയില്ലേ, അങ്ങനെയാണ് എന്നിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യൽ. അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒരു ദിവസം മുഴുവനായിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മളത് ആ ചോറിൻ്റെ വെള്ളം വെച്ച് നേരെ പച്ചക്കറി എടുത്തിട്ടുണ്ട്. പച്ചക്കറി നമ്മളെ ചീര ഉണ്ട്, ചുവന്ന ചീരയും പിന്നെ ചെരങ്ങ നമ്മളിങ്ങോട്ട് പറയൂട്ടോ ഈ സാധനത്തിന്. മത്തന്നായിരിക്കുമല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് മാഷേട്ടൻ തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചെരങ്ങ മുറിച്ച് നമുക്ക് സംശയം. ഞാൻ പറഞ്ഞത് നാടൻ ചെരങ്ങ തന്നെയാണോ അല്ല സാമ്പാർ ചെരങ്ങയോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ ചെരങ്ങ തന്നെയെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് കറി വെച്ചിട്ട് ഞാൻ പറയാം എന്തെന്ന് സംഭവം എന്ന്. അങ്ങനെ ഇതാ പച്ചക്കറിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചുട്ടാ. പിന്നെ ഒരു മാങ്ങ ഉണ്ട് ആ ഒരു പാത്രത്തിൽ. മാഷേട്ടൻ ഇന്നലെ വരുമ്പോൾ എവിടുന്നാണ് കിട്ടിയത് ഒരു മാങ്ങ, നല്ല മാങ്ങ, പഴുത്ത മാങ്ങ. അത് മുറിച്ച് തരണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആയില്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ വിഷു ആയല്ലേ. എല്ലാവരും വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇടം വരെയായി. ഡ്രസ്സെല്ലാം എടുത്തോ, ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിയാ, പിന്നെ വീടും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു എല്ലാവരും. നമ്മളതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ക്ലീനിങ്ങും എല്ലാം ഉണ്ടത്രേ. നിങ്ങൾക്ക് എങ്ങനെ ഈ ഓണം വിഷു അതുപോലെ നല്ല നല്ല ദിവസം വരുമ്പോൾ ഇഷ്ടമാണോ? ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ, എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കൽ. സത്യം പറഞ്ഞാൽ ഓണം വിഷു എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ചോറും കറി ഉണ്ടാക്കും, അന്നും ചോറും കറി ഉണ്ടാക്കും. അന്നാണെങ്കിൽ കുറച്ചധികം ചോറും കറി ഉണ്ടാക്കണം, കുറച്ചധികം പണിയും. അതെ, നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ വിഷുവിൻ്റെ ഓണത്തെ സമയത്ത് വീട്ടിലത്തെ എല്ലാവരും നമ്മളെന്ന് വെച്ചാൽ കൂടുമായിരിക്കും ചോറും കറി ആക്കാനും എല്ലാം. അതിപ്പോൾ ഇവിടെയായാലും മാഷേട്ടൻ ഉണ്ടെങ്കിലും കൂടും അല്ലെങ്കിലും കൂടലുണ്ട് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട്, ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഒന്നും ആക്കിക്കൂടാ. ഫുള്ള് റെസ്റ്റ് കിട്ടണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെസ്റ്റ് കിട്ടണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കൽ. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ, കാരണം നമ്മളെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാകുന്ന വിഷു ഒക്കെ ഉണ്ടാകുന്നില്ല, അതാണ് ശരിക്കും ഒരു വിഷു ഓണം എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ, സ്പെഷ്യൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കൽ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ വിഷുവോ ഓണോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമല്ലേ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കൽ. പക്ഷേ ഇന്നത്തെ കാര്യം അതല്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമില്ലത് ഏത് സമയത്താണെങ്കിലും വാങ്ങി കഴിച്ചു, അങ്ങനെയല്ലേ സത്യം പറഞ്ഞാൽ. പൊതുവേ ചുറ്റുവട്ടത്ത് നടക്കുന്ന പൊതുവേ ഇല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെ അവസ്ഥയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ വർഷമെല്ലാം ടി വിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓണത്തിനും വിഷുവിൻ്റെ സമയത്ത് ഇങ്ങനെ ഹോട്ടലിൻ്റെ മുന്നിൽ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട് ഭക്ഷണം സദ്യ കഴിക്കാൻ വേണ്ടി, പോയി കഴിക്കാൻ വേണ്ടിയിട്ടും പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും. അതപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, നല്ലൊരു ദിവസമായിട്ട് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് എന്തേ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പം ഇന്ന് അവർക്ക് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഒട്ടും സാധാരണക്കാർക്ക് എന്തായാലും പറ്റൂല അല്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അതെല്ലാം അവിടെ പോട്ടെ കേട്ടാ. ഞാനില്ലേ പറഞ്ഞ് നിങ്ങൾ കാട് കയറിയിട്ടുണ്ട്, ഈ വിഷയത്തൊന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇതാ നമ്മൾ ചിരങ്ങ, അതായത് മത്തൻ, അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ചിട്ട് നമ്മളെ ചീരയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും
കുഞ്ച പറങ്കി, അതായത് ഈ ചതച്ച പറങ്കിയില്ലേ, അതാണ് സംഭവം. അത് കൂട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നാടൻ ചീരയാണ്, വെള്ളം കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. ആ ചീരയും ആ ചിരങ്ങിയും കൂടി അവിടെ വേകുന്ന സമയമ്പോഴത്തേക്ക് നമ്മളെ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം ലേശം അരി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട സമയത്ത് വെളുത്തേരിയാണ് ഇട്ടിട്ടുള്ളത്. വെളുത്തേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം വെളുത്തേരി തന്നെ ഞാൻ വെക്കല് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അവിടെ ഇങ്ങനെ ഉച്ചഭക്ഷണത്തിന് വെളുത്തേരി അല്ലേ അധികം കൊടുക്കുന്നത്. അത് കഴിച്ച് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചോന്നേരി എപ്പോഴെങ്കിലും വെക്കുമ്പോൾ പറയും ചോന്നേരി വേണ്ട, വെളുത്തത് മതി എന്ന് പറയും അവർ. അങ്ങനെ ഇതാ അരി കൂട്ടിട്ട് ഞാൻ തേങ്ങേനെ രാവിലെ ഞാൻ ഒലിച്ച് വെച്ചിട്ടുണ്ടായിട്ട് ഒരു തേങ്ങേന. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ചെരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കില്ലേ അരപ്പിൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ചിരങ്ങക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം. ചീരക്കുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ എന്താക്കുക വെച്ചാൽ ചീര നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. ചീര ഇതാ മുറിച്ച് നോക്കുമ്പോൾ എത്ര ഉണ്ടായിന്, മുറിച്ചിട്ട് ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് സാധനം അത്ര ഇല്ല കേട്ടോ. ഇതിലേക്ക് തേങ്ങ ചിരകിയതും വെളുത്തുള്ളി നല്ലോണം ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചതച്ചത് നല്ല നമ്മൾ അധികം കുഞ്ചതെന്നാണ് കേട്ടോ പറയൽ. അതും കൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം അടച്ചിട്ട് തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ലാസ്റ്റ് ലേശ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി വാങ്ങിയേക്കാട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട്. സംഭവം ഇങ്ങനെ ഇലക്കറിയെല്ലാം വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ അധികം ഇലക്കറി ഇതുപോലെ തന്നെയാണ് വെക്കൽ. നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോട്ടോ. ഇത് നമ്മളെ ചീരക്കറി റെഡിയായിട്ട് അവിടെ പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് നല്ല പാങ്ങിൽ തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെല്ലെ വേവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വെളുത്തേരി ആയതുകൊണ്ട് പിന്നെ അധികം താമസമില്ല, വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്കില്ല ചിരങ്ങക്കറിക്കുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, പച്ചപ്പറങ്കി, ജീരകം, പിന്നെ ഒരു സാധനം കൂടി ഇടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ അങ്ങോട്ട് ഇടലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പസ, അതായത് കുറച്ച് പച്ചരി വെള്ളത്തിൽ ഞാൻ നേരത്തെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അത് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുകിയിട്ട് അത് കുറച്ചേ വേണ്ടു, കണ്ടില്ലേ, അത്രയും വേണ്ടു. അതും വെള്ളം കൂട്ടിയിട്ടാണ് ഇറക്കുന്നത്. പച്ചരി എന്തിനു ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് മുമ്പേ എല്ലാവരും ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇടുന്നു, അത്രയേ ഉള്ളൂ. വലിയമ്മമാരെല്ലാം പണ്ടേ ചെയ്യലുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് നമുക്ക് നമ്മുടെ ചിരങ്ങക്കറി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് കൂട്ടി കൊടുക്കണം. എൻ്റെ ചിരങ്ങ കുറച്ചധികം വെന്ത് പോയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ കുറച്ചേ വെള്ളം കൂട്ടിയിട്ടും ചെറിയ തീയിലാണ് വെച്ചിട്ടും ഉണ്ടായത്. പക്ഷേ ലേശം വെന്ത് പോയി. അത് വന്നിട്ട് അരപ്പാട തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വറുത്തിടാം. അപ്പോഴേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് ചോറ് വെന്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെളുത്തേരിയല്ലേ, വേഗം തന്നെ വേവും. ചോറ് ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഈ ചോറിനൊന്ന് ഊറ്റാം. അതിനായിട്ട് ഞാൻ വേഗം കൈക്കത്തുണി എടുത്തു. കൈക്കത്തുണി എന്ന് പറയും ഇങ്ങനെ പിടിക്കുന്ന തുണിയില്ലേ ചോറ് വാങ്ങുന്നതിന്, അതിനെ കൈക്കത്തുണി എന്ന് പറയലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കൈക്കത്തുണി എടുത്ത് ചോറ് വാങ്ങി വെച്ചിട്ട് ചോറ് വേഗം വാർത്ത് വെക്കലായി കേട്ടോ. കഞ്ഞിക്കലവും വെച്ചിട്ട് ഈ ഒരു സാധനത്തിൻ്റെ പേരെല്ലാവരും ചോദിച്ചിനി. തരിയാന്ന് പറയും അതിനാ നമ്മളിങ്ങോട്ടെല്ലാം. തരിയാന്ന് പറഞ്ഞാൽ നമ്മളെ കവുങ്ങിൻ്റെ ഓലയില്ലേ, മാച്ചിപ്പട്ട എന്ന് പറയും. മാച്ചിപ്പട്ടേനെ കൊണ്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. വട്ടത്തിലിങ്ങനെ ചുറ്റി എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ പാളയും കൊണ്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ആ സാധനം ഉണ്ടാക്കൽ. അങ്ങനെ ഇതാ ചോറ് ആടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തീ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ട് നമുക്ക് കറീനൊന്ന് വാങ്ങി വെക്കാം. ഈ സമയത്ത് ആവശ്യത്തിലുള്ള ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചിരങ്ങക്കറിയില്ലേ പണ്ടേ എനിക്ക് ഇഷ്ടേയില്ല. പ്രത്യേകിച്ച് ഈ മഞ്ഞ കളറിലെ കറികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പുളിശ്ശേരി, ചിരങ്ങക്കറി, എലിശ്ശേരി, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എന്താ സംഭവം എന്നറിയില്ല. അത് ഓരോരോ പ്രായത്തിലാകുമ്പോൾ നമുക്കൊരു മാറ്റം വരുമായിരിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ കറി വാങ്ങി വെച്ചിട്ട് അതിൻ്റെ വറവ് സെറ്റാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്, പാരുള്ളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കരിയാമ്പലിയും ഉണക്ക് പറങ്കി 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തിട്ടപ്പാട് അത് കുറച്ച് നേരം അടച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അപ്പോൾ നമ്മളെ കറികളും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മളെ ചീര ഉപ്പേരി റെഡിയായി. പിന്നെ ഇതാ ചോറും വാങ്ങി വെച്ച് ചിരങ്ങക്കറി റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് മാങ്ങയെല്ലാം മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചോറെല്ലാം വാങ്ങിയിട്ട് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചീരക്കറിയും ചോറും പിന്നെ ചിരങ്ങക്കറിയും പിന്നെ മാങ്ങയും
ഇങ്ങനെയും കുഞ്ഞാറ്റിയും മാഷേട്ടനെല്ലാം ടി വി നോക്കുന്നുണ്ട്. ഇന്ന് പിന്നെ ഈസ്റ്റർ ആയിരുന്നില്ലേ ഞായറാഴ്ച. അപ്പോൾ നല്ല സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ തുടരും സിനിമ ഉണ്ടായിന്, അത് നോക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് കേട്ടോ. തുടരും സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. നല്ലൊരു സിനിമ കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അതാ ഞാൻ ചോറും കറിയെല്ലാം വിളമ്പിയിട്ട് പാത്രത്തിലിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് നമുക്കൊരു സ്ഥലത്ത് പോകാണ്ട്, കുറേ ദിവസമായിട്ടാണ് പറയുന്നത് നമുക്ക് പോവാന്ന്. പിന്നെ വെക്കേഷൻ അല്ലേ, സ്കൂൾ കൂട്ടിയിട്ട് ഏടി പോകാനില്ലല്ലോ, ഏടി പോയിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് കഴിയുന്നില്ല. അങ്ങനെ മാച്ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഇടയില്ല, ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ബേക്കൽ ബീച്ചിലേക്ക്, പള്ളിക്കര ബീച്ച്, റെഡ് മൂൺ ബീച്ച് എന്നെല്ലാം പറയലുണ്ട് അങ്ങോട്ടേക്ക്. ബേക്കൽ കോട്ടേൻ്റെ അടുത്തായിട്ടാണ് ഈ ബീച്ച് വരുന്നത്. നമുക്ക് ആകെ ഒരു ബീച്ച് അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണ്ട് 2-3 ഉണ്ട്. ഇതാണ് കുറച്ചും കൂടി വലിയൊരു ബീച്ച്. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവലുണ്ട്. അങ്ങനെ ഇതാ അവർക്കുള്ള ചോറും കറിയെല്ലാം എടുത്തിട്ട് പോയിട്ട് അവരവിടെ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ വീഡിയോ എടുത്തിട്ട് അവിടെ പോയിട്ട് ഇതിൻ്റെ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇതാ ചോറെല്ലാം കഴിച്ച് റെഡിയായ ശേഷം നമ്മളിതാ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കുഞ്ഞാറ്റാണെങ്കിൽ എൻ്റെ ബാഗ് വിട്ടിട്ട് നടക്കുന്നുണ്ട്, ചെരുപ്പല്ലതാടാ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ടി വി ഓഫാക്കുക, വാ നമുക്ക് പോകാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ടി വി എല്ലാം ഓഫാക്കിയിട്ട് ഇറങ്ങുകയാണ്. മാഷേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇവരൊന്നും വീഡിയോയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് സമയം തോന്നണം, ഏതാണോ നല്ല സമയം ആ സമയം തോന്നിയാൽ വീഡിയോയിൽ വരും. പിന്നെ ഞാൻ വീഡിയോയിൽ വരണം എന്നിട്ട് അവരങ്ങനെ നിർബന്ധിക്കലും ഇല്ല കേട്ടോ. എൻ്റെ വീഡിയോസ് നോക്കിയാൽ അറിയും, ഞാൻ തന്നെയാണ് അധികം എൻ്റെ വീഡിയോസിൽ ഉണ്ടാവില്ല, വേറെ ആരും അധികം ഉണ്ടാവില്ല. മാഷേട്ടനായിട്ട് പിള്ളേരാട്ടെ ആരും ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് താല്പര്യമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അവരെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. ആണെങ്കിൽ പുറകിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് പോകാനുണ്ട് നമുക്ക്. അങ്ങനെ പോയിട്ട് നമ്മളത് ബീച്ചിലേക്ക് എത്താനായി. എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ ഈ ടോപ്പ് എങ്ങനെയുണ്ട്, പാൻറ്റും ടോപ്പ് വന്നിട്ട് ഇത് നൈറ്റി തുണി കൊണ്ട് അടിച്ചാന്ന് കിട്ടുക, കോഡ് സെറ്റ് പോലെ അടിച്ചതാണ്. എൻ്റെ ചേച്ചി വന്നിട്ട് അടിച്ചു തന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. നേരത്തെ ചോദിക്കാമെന്ന് വിചാരിച്ചെനക്ക് മറന്നുപോയി. പിന്നെ എൻ്റെ സൗണ്ടിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ പിള്ളേർ സ്കൂൾ കൂട്ടിട്ട് വീട്ടിൽ നിന്നേ പിന്നെ ഇവരോട് ഇങ്ങനെ എന്ത് പറയണ്ടേ, സൗണ്ട് എടുത്ത് കൂക്കി വിളിച്ചിട്ട് എൻ്റെ സൗണ്ടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഓരോരിക്കും ഓരോരോ സൗണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലോണം സ്ട്രെയിൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബീച്ചിലെത്തിയിട്ട് ഇവർ നേരെ പോയത് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പാർക്കുണ്ട്, ഇവിടെ കുറച്ച് ഊഞ്ഞാലും സ്ലൈഡും ഇതുപോലത്തെ കുറേ ചങ്ങലെല്ലാം ഇല്ല കയറുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിലത്തേക്കാണ് അവർ ഫസ്റ്റ് പോയത്. അവിടെ പോകുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാം കുഞ്ഞോക്കെല്ലാം. പക്ഷെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ നിന്ന് നോക്കുന്നത് ആ തോണീനെയാണ് കേട്ടോ. അതിൽ കയറിയവരെല്ലാം കൂക്കി വിളിക്കുന്നുണ്ട്. സത്യം പറയാലോ, എനിക്ക് ഇങ്ങനത്തിലൊന്നും കയറാൻ ഒരു ധൈര്യമില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും കേട്ടോ. പണ്ടൊരു പ്രാവശ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ പോയിന് +2-ന്. ആ സമയത്ത് ഏതോ 1-2 കയറിനി. ആ ക്ഷീണം എനിക്ക് ഇന്നും മാറിയിട്ടില്ല എന്നില്ല സത്യം. ഈ കയറാൻ പേടിയോ അതെ, പക്ഷെ കയറിയവർ താഴെ ഇറങ്ങോളം എൻ്റെ നെഞ്ചിലൊരു തീ പോലെയാണ് കേട്ടോ. ഒരു സമാധാനമേ ഇല്ല. ഇങ്ങനത്തെ ഏത് സാധനത്തിലും ഞാൻ കയറില്ല, ഇതുപോലത്തെ ബീച്ചിലോ കാര്യങ്ങളിലോ പോയി കഴിഞ്ഞാൽ കേട്ടോ. ആടുന്നതാ മഹേശേട്ടൻ പറഞ്ഞു ഞാൻ കയറുന്നിട്ട് അവർ ആ തൊട്ടിൽ പോലത്തെ ആ സംഭവമില്ലേ വട്ടത്തിൽ തിരിയുന്നത്, ആ ഒരു സംഭവത്തിൽ കുഞ്ഞാറ്റി മഹേശേട്ടനും കയറി. ഇങ്ങനെ കയറുന്നത് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു കയറുന്നില്ല എന്ന്. ഞാൻ കയറുന്നില്ല ആരും ബോളും പറഞ്ഞു ഞാനും കയറുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇതുപോലത്തെ ട്രെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിനി, അതിലും പോയിട്ട് കയറിയിട്ടുണ്ടായി എനിക്ക് ഇങ്ങനെ കുഞ്ഞാറ്റല്ലോ കേട്ടോ. അത് പിന്നെ കുറേ സമയം ഈ കറങ്ങുന്നതെല്ലാം പിടിച്ച് നമ്മളവിടെ നോക്കിക്കൊണ്ട് നിന്നു. കുറേ സമയം അവിടെ കുറേ വട്ടം തിരിഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കടലിൻ്റെ കരക്ക് പോവാ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സൂര്യാസ്തമനം ആയില്ല, അതാ സൂര്യൻ നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് അങ്ങ് അറ്റത്ത് കണ്ടവരും ഇങ്ങനെ ഒരു മല പോലെ കാണുന്നില്ലേ, അതാട്ട് നമ്മളെ ബേക്കൽ ഫോർട്ട്. ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. നമ്മൾ ഈ ബേക്കലംകോട്ടേനെ പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം കുറേ അധികം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബേക്കലംകോട്ട. ഭയങ്കര ചരിത്ര പ്രധാനമെല്ലാം ഉണ്ട്, പണ്ടത്തെ യുദ്ധത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നല്ല ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ബേക്കലംകോട്ട പോകുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം മാത്രമേ പോകാൻ പറ്റൂ. ഒരു 4 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും അല്ലേ. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ പട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും പട്ടം പറത്തുണ്ടായിനി. അങ്ങനെ പട്ടം മേടിച്ചു. 70 രൂപ മറ്റോ അവർ ഒരു പട്ടത്തിന്. ഒന്ന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ഒന്ന് തന്നെ അവിടെ പിടിക്കാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന കാറ്റ് ഏത് ദിശയിലാക്കാൻ പോകുന്നത് അതുപോലെ ആ പട്ടം പറന്ന് പോകുന്നുണ്ട്. കുറച്ച് നേരം പിള്ളേരും പറത്തി, അത് ഞാനും പറത്തി. പിന്നെ കുറച്ച് മഹേശേട്ടനും പട്ടം പറത്താൻ വേണ്ടി പോയിട്ടെ. അപ്പോഴത്തേക്കും ഇത് കുട്ടികളൊക്കെ ആട്ടി അവിടെ പട്ടം പറത്തുന്നതെല്ലാം വലിയവർ തന്നെയാണ് കേട്ടോ. അതൊരു രസമാണ് സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് കാറ്റിനിതിങ്ങനെ നമ്മളെയും കൊണ്ട് പോകുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അവിടുന്ന് കുറച്ച് മുമ്പ് ഐസ്ക്രീം വന്നിട്ട് അവിടെ ഐസ്ക്രീം മേടിച്ചു. കുഞ്ഞാറ്റ കൈ നക്കിക്കൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ഐസ്ക്രീം മേടിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തെ കുഞ്ഞാറ്റൊരു ഐസ്ക്രീം താഴെ വീണിട്ട് കണ്ട കാണുന്നില്ലേ, താഴെ വീണു. അവൾക്ക് മാംഗോ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായത്. അവിടെ എത്തുമ്പോഴത്തേക്ക് കൈമന്ന് വീണു താഴെ. എന്നിട്ട് ആദ്യമേ പോയിട്ട് വീണ്ടും ഞാനൊരു ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ കുറേ
സ്റ്റാളുകളുണ്ട്, കുറേ ഫുഡ് സ്റ്റാളുണ്ട്, കുറേ എന്തൊക്കെയോ സാധനം വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ആടുന്ന് എന്താ ഗോപി മേടിച്ചിട്ടുണ്ടായിന്, ഒരു ഉപ്പി വെള്ളവും എല്ലാം മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനാകുമ്പോൾ നമ്മുടെ ശശിയേട്ടൻ്റെ തട്ടുകടയുണ്ട്, ആടത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. ആടെ പോയിട്ട് നമ്മളിതാ പത്തലും ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പത്തലും ചിക്കൻ്റെ ചാറും കറിയും പിന്നെന്താ പൊരിച്ചതും കൂടി പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസും പിന്നെ ഒരു വലിയ പീസും മേടിച്ചു, കുറച്ച് ഉള്ളിയും ചെറുനാരങ്ങയും പിന്നെ ലൈം ടീയും മേടിച്ചിട്ടുണ്ടായിന്. ഇതെല്ലാം കൂടിയിട്ട് ചായ ഒഴിച്ചു വിടും. സമയം ഏകദേശം ഒരു 8:30 9 മണിയുടെ അടുത്ത് ആയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊന്നും ചായ കുടിക്കുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരലുണ്ട്, നമ്മളെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് ചായയും കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ.